ശ്രീ ടി പി രാമേഷ്. സർ, പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ ചെറുവണ്ണൂർ പഞ്ചായത്തിലെ പെരിഞ്ചേരിക്കടവ് കേന്ദ്രമായി നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പ്രവൃത്തി 2020 ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ചതാണ്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 72.63 കോടിയുടെ ധനകാര്യ അനുമതി ലഭ്യമായതാണ്. കിഡ്കാണ് നിർമ്മാണ ചുമതലയുള്ള ഏജൻസി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈൻ പ്രോഗ്രാമിലൂടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതാണ്. 5 വർഷമായിട്ടും പദ്ധതി പൂർത്തിയായിട്ടില്ല. കുറ്റ്യാടി മണ്ഡലത്തിലെ തിരുവള്ളൂർ പഞ്ചായത്തിനെ ബന്ധപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. കുറ്റ്യാടി പുഴയിലേക്ക് അഴിമുഖത്തു നിന്നും ഉപ്പുവെള്ളം കയറുന്നത് തടയുക എന്നതും അതുവഴി പ്രദേശത്തെ കുടിവെള്ളത്തിൻ്റെയും കൃഷിയുടെയും സംരക്ഷണമെന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. 2 ഭാഗത്തും ചേർന്ന് 20% പ്രവൃത്തി മാത്രമേ 5 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ളൂ. പ്രവൃത്തി പ്രതിസന്ധിയിലായ സമയത്ത് കിഫ്ബി ഉദ്യോഗസ്ഥരുമായി MLAയുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ 1.5 വർഷമായി പ്രവൃത്തി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. അടിയന്തരമായും കിഫ്ബി, കിഡ്ക്ക് എന്നിവയുടെ പ്രതിനിധികളെയും പേരാമ്പ്ര കുറ്റ്യാടി മണ്ഡലം MLAമാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി പ്രവൃത്തിയുടെ നില ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കണമെന്നും നിലവിലുള്ള സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കി പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ സബ്മിഷൻ. സാർ, ഒരു കാര്യം കൂടി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഈ പ്രശ്നത്തിൽ പല സന്ദർഭങ്ങളിലും ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എവിടെയാണ് ഇതിൻ്റെ തടസ്സം എന്നുള്ളത് വ്യക്തമാവുന്നില്ല. നിലവിലുള്ള കരാറുകാരാണ് തടസ്സമെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്ത് പകരം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിന് ഒരു മുൻകൈയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ പ്രവൃത്തി അങ്ങേയറ്റം ഡെഡായി നിൽക്കുന്നത്. പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമുള്ള നടപടിയാണ് വേണ്ടത്. ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന നിർമ്മാണ പദ്ധതിയാണ് പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. കിഫ്ബിയിൽ നിന്ന് 7/9/2019 68.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി ലഭിച്ച പ്രസ്തുത പദ്ധതി KIIDC ടെൻഡർ ചെയ്ത് കരാർ 7/9/20 നടപ്പിലാക്കി. പ്രസ്തുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 17/9/20 ആരംഭിച്ചു. പെരിഞ്ചേരിക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 22/5/23 തീയതിയിലെ കിഫ്ബിയുടെ ഉത്തരവ് പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ തുക കൂടി ഉൾപ്പെടുത്തി 72.63 കോടി രൂപ അനുവദിച്ചു. 18 മാസമായിരുന്നു കരാർ കാലാവധി. പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിലുള്ള പൈലിംഗ് പ്രവർത്തികൾ ആരംഭിക്കുന്നതിനായി റിംഗ് ബെഡിൻ്റെ പ്രവർത്തികൾ പ്രദേശത്ത് തുടങ്ങി. എന്നാൽ പദ്ധതി പ്രദേശത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് റിംഗ് ബണ്ടിൽ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തി പുതുക്കിയ രീതിയിലുള്ള ഡിസൈനും നിരക്കും പ്രകാരമുള്ള റിംഗ് ബണ്ടാണ് നിർമ്മിച്ചത്. പദ്ധതി പ്രവർത്തികൾ പുരോഗമിച്ചു വരുന്ന സാഹചര്യത്തിൽ ടൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം മൂലം വെള്ളപ്പൊക്ക സാഹചര്യം ഒഴിവാക്കാൻ ബണ്ട് നീക്കം ചെയ്യാൻ കോഴിക്കോട് ജില്ലാ കളക്ടറുടെ ഉത്തരവിൻ്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ ബണ്ട് പൊളിച്ചു മാറ്റുകയുണ്ടായി. അതിനാൽ പ്രസ്തുത സമയത്തിനുള്ളിൽ പുഴയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ സാധിച്ചില്ല. ഇതെല്ലാം പദ്ധതിയുടെ പുരോഗതിയെ സാരമായി തന്നെ ബാധിച്ചു. ഇടതുകരയിലെ PR അപ്മെൻസ് സംരക്ഷണ ഭിത്തി, എപ്രൺ തുടങ്ങിയവ നിർമ്മിച്ചിട്ടുണ്ട്. പുതുക്കിയ റിംഗ് ബണ്ടിൻ്റെ ഡിസൈൻ പ്രകാരമുള്ള നിരക്കും 7/9/20 കരാർ പ്രകാരമുള്ള നിരക്കും തമ്മിൽ വ്യതിയാനം വന്നതിനാൽ കരാറുകാരൻ്റെ ബിൽ പേയ്മെൻറ്റ് കാലതാമസം നേരിടുകയും കരാറുകാരൻ കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് ലഭിക്കുകയും ചെയ്തു. പേയ്മെൻറ്റ് ലഭിക്കാനുണ്ടായ കാലതാമസം പ്രവൃത്തിയുടെ പുരോഗതിയെയും ബാധിച്ചു. കരാറുകാരൻ പദ്ധതിയുടെ ബിൽ തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ 1/4/24 കോടതി വിധി പ്രകാരം ചീഫ് സെക്രട്ടറി ഇടപെട്ട് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാൻ കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് ചീഫ് സെക്രട്ടറി 7/4/24 ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. താഴെ പറയുന്ന 3 നിർദ്ദേശം എടുത്തു. 1. കോടതിയുടെ വിധിന്യായ പ്രകാരം അനുവദിച്ചു നൽകാനുള്ള ബിൽ KIDC കിഫ്ബി സമർപ്പിക്കണം. തുടർന്നുള്ള പദ്ധതി പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പ് പദ്ധതിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് KIDC തയ്യാറാക്കി അംഗീകാരത്തിനായി കിഫ്ബിയിലേക്ക് സമർപ്പിക്കണം. യോഗത്തിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബി ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്. പ്രസ്തുത നിർദ്ദേശപ്രകാരം KIDCയിൽ നിന്ന് താഴെപ്പറ നടപടികൾ സ്വീകരിച്ചു. പ്രസ്തുത ബില്ലുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം KIDC കിഫ്ബിയിൽ സമർപ്പിക്കുകയും കിഫ്ബി ബിൽ തുക കരാറുകാരന് അനുവദിക്കുകയും ചെയ്തു. പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനായി കിഫ്ബിയുടെ നിർദ്ദേശപ്രകാരം പുതുക്കിയ രൂപരേഖ പരിശോധിക്കാനായി കോഴിക്കോട് NITയിൽ സമർപ്പിക്കുകയും NIT ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ച് പുതുക്കിയ രൂപരേഖയ്ക്കുള്ള അംഗീകാരം നൽകുകയും
പുതുക്കിയ രൂപരേഖ പ്രകാരമുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിക്കുകയും ആയത് കിഫ്ബി അംഗീകാരത്തിനായി 21/1/25 സമർപ്പിച്ചിട്ടുമുണ്ട്. തുടർന്ന് പദ്ധതി പുനരാരംഭത്തിൻ്റെ ഭാഗമായി കിഫ്ബിയുടെ ചീഫ് പ്രോജക്ട് എക്സാമിനർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും KNDCയിലെ ഉദ്യോഗസ്ഥരും സംയുക്ത പരിശോധന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത പദ്ധതിയുടെ പൂർത്തീകരണ കാലാവധി നീട്ടി നൽകുന്നതിനുള്ള അപേക്ഷ ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിക്കുകയും കരാറുകാരൻ സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നും പുതുക്കിയ എസ്റ്റിമേറ്റിനുള്ള അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്കും മേൽപ്പടി എസ്റ്റിമേറ്റ് പ്രകാരമുള്ള സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് കരാറുകാരൻ ഒപ്പുവെക്കുന്ന മുറയ്ക്കും പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ എനിക്ക് നേരിട്ട് നല്ല ബോധ്യമുള്ളൊരു പ്രവർത്തനമാണ്. അതിൻ്റെ കാലതാമസം സംബന്ധിച്ചുണ്ടായ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് കുറ്റ്യാടി MLAയും പേരാമ്പ്ര MLAയും അതോടൊപ്പം കിഫ്ബിയുടെയും കിഫ്ബിൻ്റെയും ആൾക്കാരുമായി ചേർന്നിരുന്ന് ആവശ്യമെങ്കിൽ ഒരു യോഗം നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കുമോ, എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടെത്താം. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ കരാറുകാരൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അതും പരിശോധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവും.